അപ്പോൾ നമ്മൾ ഇന്ന് പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആക്ഷൻ ക്യാമറയാണ് 4K റെക്കോർഡിംഗ് ഉള്ള ഒരു ക്യാമറ. അതും വെറും 2499 രൂപ മാത്രമാണ് ഇതിന്റെ വില. ഇത് നമുക്ക് ഐഫോൺ ആയിട്ടും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണായിട്ടും കണക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇതിനകത്ത് വൈഫൈ സൗകര്യം നൽകിയിട്ടുണ്ട്. 64 GB വരെ ഇതിനകത്ത് SD കാർഡ് സപ്പോർട്ട് ചെയ്യും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 170 ഡിഗ്രി വൈഡ് ആംഗിൾ ലെൻസും ഇതിന് നൽകിയിട്ടുണ്ട്. 16 മെഗാ പിക്സൽ സിമോസ് സെൻസറാണ് ഇതിനകത്തുള്ളത്. ഈ ഒരു ക്യാമറ നമുക്ക് 7 കളറുകളിൽ ലഭിക്കുന്നുണ്ട്. ബ്ലാക്കും വൈറ്റും സിൽവറും യെല്ലോ പിന്നെ ബ്ലൂ പിങ്ക് ഗോൾഡ് എന്നിങ്ങനെ 7 കളറുകളിൽ നമുക്ക് ഈ ക്യാമറ ലഭിക്കും. 4K റെക്കോർഡിംഗ് അതുപോലെ തന്നെ 2.7K റെക്കോർഡിംഗും അതുപോലെ തന്നെ HDയും എല്ലാം തന്നെ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. 1080 പിക്സലിലും 720 പിക്സലിലും നമുക്ക് ഇതിനകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 900 mAh ബാറ്ററിയാണ് നൽകിയിട്ടുള്ളത്. ഏകദേശം 90 മിനിറ്റ് വരെ ഈ ക്യാമറയിൽ നമുക്ക് വീഡിയോയും റെക്കോർഡ് ചെയ്യാം. 2 പോർട്ടുകളാണ് ഇതിലുള്ളത്. ഒന്ന് HDMI പോർട്ടും മറ്റൊന്ന് USB പോർട്ടും. വാട്ടർ പ്രൂഫിംഗ് കേസും പിന്നെ കൂടാതെ തന്നെ ഏകദേശം 15ഓളം ആക്സസറീസും ഇതിന്റെ കൂടെ തരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നത്. 4K ആക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു കമ്പനി IPS പവർ ഷൂട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. കമ്പനി നമുക്ക് ഈ ഒരു ക്യാമറ തരുന്നത് 4K എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ഈ ഒരു ക്യാമറ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ക്യാമറ ഓൺ ആവുന്നില്ല. അതിന് കാരണം ഒരുപക്ഷെ ഇതിന്റെ ബാറ്ററിയിൽ ചാർജ് ഉണ്ടാവില്ല. നമുക്ക് ഇതിന്റെ ബാറ്ററി ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് നോക്കാം. ഇതിന്റെ ബാറ്ററി റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബ പോലെയാണ്. ഇതിനകത്തായിരിക്കണം ഒരുപക്ഷെ ബാറ്ററി ഉണ്ടാവുക. ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ കേസ് മാത്രമായിരിക്കണം. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് നമ്മുടെ ആക്സസറീസ് നോക്കാം. അതിനുശേഷം നമുക്ക് ക്യാമറയിലേക്ക് പോകാം. ആക്സസറീസ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഡബിൾ സൈഡ് ടാപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ മെറ്റലിന്റെ 2 കേബിൾ കിട്ടുന്നുണ്ട്. അതുപോലെ കേബിൾ ടൈ കിട്ടുന്നുണ്ട്. പിന്നെ ക്ലീനിങ് ക്ലോത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ പ്രൂഫ് കേസിംഗിന്റെ എക്സ്ട്രാ ഒരു കവർ കൂടി കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പലതരത്തിലുള്ള മൗണ്ടുകളാണ് ലഭിക്കുന്നത്. അതിൽ കർവ് മൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള മൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആക്ഷൻ ക്യാമറ ഹെൽമെറ്റിൽ ഈ ഒരു വാട്ടർ പ്രൂഫിംഗ് കേസ് ഇല്ലാതെ മൗണ്ട് ചെയ്യാനുള്ള ഒരു കേസ് വരുന്നുണ്ട്. അതുപോലെ ഹാൻഡിൽ മൗണ്ട് വരുന്നുണ്ട്, ജെ മൗണ്ട് വരുന്നുണ്ട്, എക്സ്റ്റൻഷൻ വരുന്നുണ്ട്, പിന്നെ കുറച്ച് സ്ട്രാപ്പുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മൗണ്ടുകൾ ഇതിന്റെ കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മൗണ്ടുകളുടെ കൂടെ തന്നെ നമുക്ക് ചാർജിങ്ങിനുള്ള കേബിളും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആക്ഷൻ ക്യാമറ ചാർജ് ചെയ്ത് നോക്കാം. ഓക്കെ, ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ക്യാമറ പവർ ഓൺ ആവുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു ക്യാമറയ്ക്കകത്ത് ഡാഷ് ക്യാം മോഡ് കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. നമ്മൾ ഡാഷ് ക്യാം ആയിട്ട് വേണമെങ്കിലും ഈ ഒരു ക്യാമറ യൂസ് ചെയ്യാവുന്നതാണ്. മെമ്മറി കാർഡ് ഇട്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്യാമറയ്ക്കകത്ത് ഫോട്ടോസോ വീഡിയോസോ എടുക്കാനായിട്ട് സാധിക്കൂ. കാരണം ഇതിനകത്ത് ഇന്റേണൽ മെമ്മറി ഇല്ല. നമ്മൾ SD കാർഡ് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ മെമ്മറി കാർഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിനകത്ത് മെമ്മറി കാർഡ് ഇട്ടിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. എല്ലാം ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ്സ് മാത്രമാണുള്ളത്. നമ്മളുടെ ഒരു GoPro പോലെയോ അല്ലെങ്കിൽ SJ ക്യാം പോലെയോ ഒന്നും പ്രതീക്ഷിക്കരുത്. ഇതിന് ആകെ വില വന്നിട്ടുള്ളത് 2499 രൂപ മാത്രമാണ്. SJ ക്യാം പോലുള്ള ക്യാമറകളൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ വരുന്നത് 4000-ഉം 5000-ഉമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചെറിയൊരു ക്യാമറ മാത്രമാണ്. നമ്മുടെ സാധാരണ യൂസിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെയധികം വലിയ ആക്ഷൻ ഷോട്ടുകളും മറ്റും എടുക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആരും ഇത് വാങ്ങരുത്. നമുക്ക് ഡാഷ് ക്യാമറയായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഷൂട്ട് ചെയ്യാനൊക്കെ ഈ ഒരു ക്യാമറ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഗൈസ്, ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഒരു ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഫോട്ടോ ക്വാളിറ്റിയും കാണാം. വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.